ഇനി അങ്ങോട്ട് അടുത്ത പേജിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് അവിടെ ഇപ്പോൾ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ന്യൂസാണ്. റിപ്പബ്ലിക് ഡേ പേജൻട്രി, പാൻഡമിക് ഷാഡോ ആൻഡ് പ്ലാൻസ് ഫോർ ഇവിടെ നമുക്ക് ഈ ന്യൂസിലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 3 days സമ്മിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ 3 days സമ്മിറ്റ് ഇസ് എക്സ്പെക്റ്റഡ് ടു ബി അറ്റൻഡ് ബൈ റഷ്യൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മിറ്റുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും ഇമ്പോർട്ടൻ്റ്, ഡബിൾ ടിക്ക് ഉണ്ട്. പിന്നെ രാകേഷ് അസ്താന IPS ഓഫീസറിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അടുത്ത നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പേജ് 1 ന്യൂസാണിത്. മിർവായ്സ് കോൾസ് ഫോർ ഡയലോഗ് ടു എൻഡ് ദ സൈക്കിൾ ഓഫ് ബ്ലഡ് ഷെഡ്. ഇതാരാണ് ഈ മിർവായ്സ് ഉമർ ഫാറൂഖ്? ഇതാരാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക, ആരാണ് മനസ്സിലാക്കുക. ഇംഗ്ലീഷ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് കോർട്ട് സേസ് ഗുജറാത്ത് ഹൈക്കോർട്ട്. നമുക്ക് ആവശ്യമുണ്ടാവില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റനൻറ്റ് കേണൽ ജനറൽ സെൻഗുപ്താസ് ന്യൂ 14 കോപ്സ് കമാൻഡർ. ഇത് അത്യാവശ്യമായിരിക്കും. ഇത് നമുക്ക് അപ്പോയിൻമെൻറ്റിലാണ്, നോട്ട് ചെയ്ത് വെക്കുക, ഡബിൾ ടിക്ക്. നവ മാലിക് ടു പെർസ്യൂ കംപ്ലയിൻറ്റ് ഓൺ വാങ്കഡെ. ആസാം സ്കോളർ ക്രിയേറ്റ്സ് റെക്കോർഡ് ഇൻ ഗിവിംഗ് ലെക്ചേഴ്സ്. റെക്കോർഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ആവശ്യം വന്നേക്കും, ഡബിൾ ടിക്ക് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. സ്നോഫോൾ ഹിറ്റ് സർഫസ് എയർ ട്രാഫിക് ഇൻ കാശ്മീർ. പൂനെ പോലീസ് ടേക്ക് ഗവൺമെൻറ് ടു കസ്റ്റഡി. നമുക്ക് വേണ്ട. പിന്നെ സിന്ധു തായ് സബ്കാൽ. ഇത് മരണം ഓബിച്വറിയാണ്, ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇവരാരാണ്, ഇവരുടെ പേര്, ഇവർ എന്തായിരുന്നു ഇവരുടെ ഫീൽഡ്. സോഷ്യൽ വർക്കറും പത്മശ്രീ അവാർഡിയായിരുന്നു. ഏത് സ്റ്റേറ്റിലാണ് ഇവർ, നാട്ടുകാർ ഏതാണ്. റൈറ്റ്. ചോപ്പർ ക്രാഷിനെ കുറിച്ചാണ്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ BJP കോൺഗ്രസ് ലോക്ക് ഹോൺസ് ഓവർ സെക്യൂരിറ്റി ബ്രീച്ച്. അത് വേണ്ട. പൊളിറ്റിക്കലായിട്ടുള്ള ന്യൂസ് കഴിവതും ഒഴിവാക്കുക, അതൊന്നും ഉണ്ടാവില്ല. സിന്ധുസ് റിബ്യൂക്ക് മേ കോൺഗ്രസ് ആക്ഷൻസ്. സിദ്ധു. ഇതും വേണ്ട. ഇവിടെ നോക്കുകയാണെങ്കിൽ COVID-19 കൗണ്ട് ജംപ്സ് ടു 6-month ഹൈ. തൽക്കാലം അത് ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് വായിച്ചു വിടാനുള്ള സിംഗിൾ. ട്രഡീഷണൽ വാക്സിൻസ് ജസ്റ്റ് ആസ് ഇഫക്റ്റീവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോട്ട് ചെയ്യണമെന്നില്ലെങ്കിലും ചിലപ്പോൾ ആവശ്യം വന്നേക്കും അല്ലേ, ഡബിൾ ടിക്ക് ചെയ്തത്. കാരണം അതിൽ വായിച്ചിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുണ്ടാകും. ഇന്ത്യ റിപ്പോർട്ട്സ് ഫസ്റ്റ് ഡെത്ത് ലിങ്ക്ഡ്. ഓമിക്രോൺ ആയിട്ട് ലിങ്ക് ചെയ്ത ഫസ്റ്റ് ഡെത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ടാവും. ഹോം ഐസൊലേഷൻ പീരീഡ് ഷോർട്ടൻഡ് വേണ്ട. ക്രൂസ് പാസഞ്ചേഴ്സ് ഇൻ ക്വാറന്റൈൻ, അത് വേണ്ടിയില്ല. പിന്നെ വേൾഡ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ ചൈന ടു ടെസ്റ്റ് 13 million പീപ്പിൾ ഇൻ സെങ്സോ. ഇത് ഒന്ന് വായിക്കേണ്ടി വരും. സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, സ്ഥലമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട എന്തെങ്കിലും, സ്ഥലം എവിടെയാണ് എന്നൊക്കെ. നോർത്ത് കൊറിയ ഫയർസ് ബാലിസ്റ്റിക് മിസൈൽ ഇൻ ഫസ്റ്റ് ടെസ്റ്റ് ഇൻ 2 months. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നല്ലതായിരിക്കും. കാരണം ഇതിൽ കുറച്ച് മിസൈലൊക്കെ ആയതുകൊണ്ട്, മാത്രമല്ല ഒരുപാട് കൺട്രീസ് ഇപ്പോൾ US, ജപ്പാൻ, സൗത്ത് കൊറിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് വായിച്ചിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ എടുക്കാണ്ടെങ്കിൽ നോക്കാം. ഹോങ്കോങ് ബാർസ് ഫ്ലൈറ്റ്സ് ഫ്രം ഇന്ത്യ 7 other countries. മ്യാൻമർ ഹാസ് ഇൻഗ്രീഡിയൻസ് ഫോർ സിവിൽ വാർ. അതൊന്നും വേണ്ടിയില്ല. അടുത്തത് ബിസിനസ്സാണ്. ബിസിനസ്സിലും കൂടുതലായിട്ട് നമുക്ക് ആവശ്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ ബിസിനസ് നമ്മൾ കൂടുതൽ വായിക്കുകയാണ് വേണ്ടത്. ഇതിലിപ്പോൾ ഓട്ടോ റീറ്റെയിൽ സെയിൽസ് ലിറ്റ് 16% ഇൻ ഡിസംബർ. ഇത് ആവശ്യം ഉണ്ടാവും. ഇതിൽ നമ്മളിപ്പോൾ FADA എന്ന് പറഞ്ഞിട്ട് സംഭവം പറയുന്നുണ്ട്. ആരാണ് FADA? ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻസ്. ചോദിക്കാൻ ചാൻസ് കുറവാണെങ്കിലും ചിലപ്പോൾ ചോദിച്ചേക്കാം അല്ലേ. പിന്നെ OEM എന്താണ്, ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ്. ഇങ്ങനത്തെ ഷോർട്ട് ഫോംസ് ഉണ്ടെങ്കിൽ അത് വായിച്ചു വെക്കാം. ഡിസംബർ സർവീസസ് ആക്ടിവിറ്റി ഹിറ്റ്സ് 3 month low. ഇവിടെ PMI എന്താണ്? PMI എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയാണ് പറയുന്നത്? PMI അതെ, പർച്ചേസിങ് മാനേജേഴ്സ് ഇൻഡെക്സ്, PMI അതാണ്. DRI സ്ലാപ്പ് ഷോമി വിത്ത് 653 crore ഡിമാൻഡ് നോട്ടീസ്. DRI എന്ന് പറയുമ്പോൾ എന്താണ് സാധനം? ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ആണ്. പിന്നെ കുറേ ബിസിനസ് ന്യൂസ് ഒക്കെ ഉണ്ട്. ഇതൊന്നും നമുക്ക് തൽക്കാലം ആവശ്യമില്ല. സ്പൈസറ്റ് അപ്പീൽസ് അഗെയിൻസ്റ്റ് ഹൈക്കോർട്ട് ഓർഡർ ഓൺ വൈൻഡിങ് അപ്പ്. ഇത് ജസ്റ്റ് വായിച്ചു നോക്കുക. താഴോട്ട് വേണമെങ്കിൽ സ്പോർട്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്പോർട്സ് ഇപ്പോൾ ഇവിടെ ആഷസ് ആണ്. ആഷസ് ടെസ്റ്റ് സീരീസ് ആണ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് നടക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും റിമാർക്കബിൾ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാട്രിക്കോ ഡബിൾ സെഞ്ചുറി അങ്ങനെ എടുക്കുകയാണെങ്കിൽ നോക്കുക. അതുപോലെ തന്നെ ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഈ ടെസ്റ്റ് സീരീസ് കഴിഞ്ഞിട്ട് ആരാണ് ജയിച്ചത്, അല്ലെങ്കിൽ അതിലെ മാൻ ഓഫ് ദ ടൂർണമെൻറ്റ് ആരൊക്കെയാണ്, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം വരിക. അത് സെയിം ഗോസ് ഫോർ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് സീരീസിൽ. ഇതിലിപ്പോൾ ആര് ജയിച്ചു, ഈ ടെസ്റ്റ് ആര് ജയിച്ചു എന്നുള്ളതല്ല, അവസാനത്തെ ടെസ്റ്റ് ആരാണ്, ടെസ്റ്റ് സീരീസ് ആരാണ് ജയിച്ചത്, മാൻ ഓഫ് ദ സീരീസ് ആരാണ്, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം വരിക. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ബംഗ്ലാദേശ് ആദ്യമായിട്ട് ന്യൂസിലാൻഡിൽ ഫസ്റ്റ് എവർ ടെസ്റ്റ് വിക്ടറിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യം വരും. ആരാണ് കളിച്ചത് അല്ലേ,
ബംഗ്ലാദേശിനോട് ഏറ്റവും നന്ന പ്രകടനം കാഴ്ചവെച്ച ആരൊക്കെയായിരിക്കും, അതൊക്കെ നോക്ക്. ഓക്കെ, താഴോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ സൂപ്പർ ലീഗാണ്, ISLലെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇതും നമുക്ക് ഓരോ മാച്ചിൻ്റെ റിസൾട്ടൊന്നും ആവശ്യമില്ല. ടൂർണമെൻറ്റ് അവസാനം ആരാണ് ജയിച്ചത് അല്ലേ, അതിൻ്റെ മാൻ ഓഫ് ദി സീരീസ് ആരാണ്, അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. താഴോട്ട് റോണിത് ആൻഡ് സ്നേഹിത് പുൾ ഓഫ് ഇത് ആവശ്യമുണ്ടോ. ഇതുപോലുള്ള ടൂർണമെൻറ്റ് നമ്മൾ വിട്ടുപോകാതിരിക്കുക. കാരണം ഇത് ഏതാണ് ഇതിൻ്റെ ടൂർണമെൻറ്റിൻ്റെ പേരെന്താണ്, UTT നാഷണൽ റാങ്കിങ് സെൻട്രൽ സോൺ ടേബിൾ ടെന്നീസ് ടൂർണമെൻറ്റാണ്. അതെവിടെയാണ് നടന്നത്, ഇൻഡോർ അല്ലേ. അതിലെ ആളുകളുടെ അപ്പോൾ മെയിനായിട്ട് ടൂർണമെൻറ്റിൻ്റെ പേര്, അതെവിടെയാണ് നടന്നത്, പിന്നെ കളിച്ച കളിക്കാരുടെ പേര്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ പിന്നെ KPL ആണ്, കേരള പ്രീമിയർ ലീഗിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ NBA ഇപ്പോൾ അതൊന്നും ആവശ്യമുണ്ടാകാൻ ചാൻസ് ഇല്ല. മാക്സ്വെൽ ടെസ്റ്റ് പോസിറ്റീവ്, ബോപ്പന രാംകുമാർ കമ്പൈൻ ഇവിടെ ആവശ്യമുണ്ടാകും. TN ഗേൾസ് കീപ്പ് വിന്നിങ് ബാസ്കറ്റ് ബോൾ, അതായത് ഈ ടൂർണമെൻറ്റിൻ്റെ പേര് എവിടെയാണ് നടന്നത് അല്ലേ, ആ കളിച്ച ആളുകളുടെ പേര്. ഓക്കെ, പിന്നെ ഉള്ളത് ഇപ്പോൾ ലുക്കാക്കു സോറി ഫോർ അൺഹാപ്പി കമൻറ്റ്, ഇത് ഫുട്ബോൾ സ്ഥിരം കാര്യം നടക്കുന്നതാണ്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നോട്ട് ചെയ്ത് വെച്ചാൽ ടിക്കിട്ട ന്യൂസ് ആർട്ടിക്കിൾസാണ് നമ്മൾ നോട്ട്സായിട്ട് എഴുതേണ്ടത്. ഇതിന് സെപ്പറേറ്റായിട്ട് എക്സ്ക്ലൂസീവായിട്ടൊരു നോട്ട്ബുക്ക് വയ്ക്കുക, എന്നിട്ട് അതിൽ ആർട്ടിക്കിൾസിൽ നിന്ന് കിട്ടുന്ന പോയിൻറ്റ്സ് നോട്ട്സ് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ന്യൂസ് ആർട്ടിക്കിൾസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആവശ്യമുള്ളത്, ഇതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഡെയിലി ഇതുപോലെ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി പഠിക്കുന്നത് പോലെ തന്നെ വീക്ക്ലി റിവിഷൻ ആവശ്യമുണ്ട്. അതുപോലെ മന്ത്ലി കമ്പൈലേഷൻ എടുത്തിട്ട് അതും നമുക്ക് റിവൈസ് ചെയ്യണം. ഈ 3 കാര്യമാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. അതായത് ഡെയിലി നമ്മളിപ്പോൾ കാണിച്ചതുപോലെ നിങ്ങൾ ഹിന്ദു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അത് വായിച്ചിട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് നോട്ട്സ് ഉണ്ടാക്കുക അല്ലേ, ന്യൂസ് ആർട്ടിക്കിൾസ് വെച്ച് നോട്ട്സ് ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് PIB ന്യൂസ് റിലീസ് ഉണ്ടാവും, നമ്മളെ പ്രസ് ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ അല്ലേ, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അല്ലേ, അതിൻ്റെ PIB വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ന്യൂസ് റിലീസിൽ വരുന്ന ചില പോയിൻറ്റ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എല്ലാ ന്യൂസും എല്ലാ കാര്യങ്ങളും ഒന്നും ചിലപ്പോൾ ഹിന്ദുവിൽ ചിലപ്പോൾ കവർ ചെയ്യുന്നു വരില്ല. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പറയുന്ന വെബ്സൈറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് 3 നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആണ്, നല്ല റിലയബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആണ്. ഈ വെബ്സൈറ്റിൽ ഡെയിലി GK അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. GK ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ബാങ്കേഴ്സ് അഡ്ഡ ഉണ്ട്. ബാങ്കേഴ്സ് അഡ്ഡ പറയുമ്പോൾ മെയിനായിട്ട് കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അവർ textbook.com ഉണ്ട്. അപ്പോൾ ഈ 3 വെബ്സൈറ്റും റിലയബിൾ ആണ്. ഈ PIB ന്യൂസ് റിലീസിൻ്റെ കൂടെ തന്നെ ഈ 3 വെബ്സൈറ്റിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ ഡെയിലി കറണ്ട് അഫയേഴ്സും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നമ്മൾ ഹിന്ദുവിന് കിട്ടിയ പോയിൻറ്റ്സിൻ്റെ കൂടെ ഈ പറയുന്ന കാര്യങ്ങളൂടെ ഇതും കൂടെ നമ്മൾ നോട്ട് ചെയ്യണം. ഇത് ഈ 4ൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡെയിലി ചെയ്യുക. ഇനി നമ്മൾ ഒരു വീക്ക് മുഴുവൻ, ഒരു ആഴ്ച മുഴുവൻ പഠിച്ചതിൻ്റെ കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ട് ചെയ്ത് വെച്ച കാര്യം 7ാമത്തെ ദിവസം റിവൈസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഡെയിലി പഠിച്ച കാര്യവും അന്ന് തന്നെ നമ്മൾ റിവൈസ് ചെയ്യണം. ഇതിൻ്റെ കൂടെ തന്നെ മന്ത്ലി കമ്പൈലേഷൻ ഉണ്ട്. മന്ത്ലി കമ്പൈലേഷൻ നമുക്ക് ആവശ്യം എപ്പോഴാണ്, നമുക്ക് ഡെയിലി നമ്മൾ കറണ്ട് അഫയേഴ്സ് നോക്കുന്നു, അത് വായിക്കുന്നു. 7 ദിവസം കൂടുമ്പോൾ ഒരു വീക്ക്ലി അതോ ഒരിക്കലെങ്കിലും റിവൈസ് ചെയ്യണം 7 ദിവസത്തെ. ഇത് 4 ആഴ്ചയും കൂടെ ചെയ്താൽ മന്ത്ലി മാസത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് ഒരു മന്ത്ലി കമ്പൈലേഷൻ PDF കിട്ടും. ആ PDFൻ്റെ ലിങ്കും കിട്ടുന്ന ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം, എന്നിട്ട് അതൊന്നുകൂടി റിവൈസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു മാസം മുഴുവൻ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു മാസം കംപ്ലീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത് എല്ലാ മാസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക, എക്സാം ആവുന്നവരെ. കഴിഞ്ഞൊരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ് ആവശ്യം. ഇപ്പോൾ മാർച്ചിൽ നമ്മളെ CGL ഉണ്ട്, അതിനുശേഷം CHSL വരുന്നുണ്ട്, പിന്നെ MTS വരുന്നുണ്ട്. ഇതിനൊക്കെ കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജനറൽ അവയർനെസ്സിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് കറണ്ട് അഫയേഴ്സ്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദി വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.